ഹലോ, ഞാൻ സജന. ഞാനൊരു കണ്ണൂർ സ്വദേശിനിയാണ്. പക്ഷെ ഇപ്പോൾ ജോലി ചെയ്യുന്നത് ജപ്പാനിലാണ്. ഞാനാണ് ഈ ചാനലിൽ വീഡിയോസ് ഇടുന്നത്. ഇപ്പോൾ ഈ ചാനൽ ഒരു മാറ്റത്തിൻ്റെ പാതയിലൂടെയാണ് പോകുന്നത്. ആ കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. 2020 ഒക്ടോബർ 6-ാം തീയതിയാണ് ഞങ്ങൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അവൾ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടും നെയ്ബറും ഒക്കെ ആയിരുന്നു. അവളുടെ പേര് ശരണ്യ എന്നാണ്. ഞങ്ങൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഒരു എഡ്യൂക്കേഷൻ ചാനലായിട്ടായിരുന്നു. അന്ന് ഇതിൻ്റെ പേര് ഇൻഫിനിറ്റ് എഡ്യൂ എന്നായിരുന്നു. കൊറോണ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ അപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അത് കാരണം കുട്ടികളായിരുന്നു ഞങ്ങളുടെ ടാർഗറ്റ്. ശരണ്യ MSc മാത്തമാറ്റിക്സ് ആയിരുന്നു. അത് കാരണം ഞങ്ങൾ മാത്സിൻ്റെ, സോഷ്യലിൻ്റെ, സയൻസിൻ്റെ ഒക്കെ ചാപ്റ്റേഴ്സ് എടുത്ത് വീഡിയോസ് ആയിട്ട് ഇടുമായിരുന്നു ചെയ്യുന്നത്. പക്ഷേ ആ വീഡിയോസിനൊക്കെ 10-20 വ്യൂസേ കിട്ടുന്നുണ്ടായിരുന്നുള്ളേ. ശരണ്യയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അവൾ വീഡിയോസൊക്കെ ഇടുന്ന കണ്ടിട്ടാണ് ഞാനും 1-2 വീഡിയോസൊക്കെ അതിലിട്ടത്. പക്ഷെ അതിനൊന്നും വലിയ റീച്ചൊന്നും ഇല്ലായിരുന്നു. ചാനൽ അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ സ്കൂൾ അടച്ച സമയത്ത് കുട്ടികൾക്ക് ഒരു വർക്ക്ഷീറ്റ് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ആ വീഡിയോ ഇട്ടു. അപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് ഞങ്ങൾക്ക് 1K വ്യൂസും കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടി. അങ്ങനെ ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും ഞങ്ങളുടെ ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സായി. പെട്ടെന്ന് അങ്ങനെ അപ്രതീക്ഷിതമായ ഒരു ഗ്രോത്ത് കിട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ പിന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. അതിനിടയ്ക്ക് അവൾക്ക് ജോലി കിട്ടി, എൻ്റെ കല്യാണമായി. അങ്ങനെ ഞങ്ങളുടെ ചാനൽ പോസായി. അവിടെ കല്യാണം കഴിഞ്ഞ് അധികം താമസിക്കാതെ തന്നെ ഞാൻ ജപ്പാനിലേക്ക് വന്നു. ജപ്പാനിൽ വന്നിട്ട് ആദ്യമൊന്നും എനിക്ക് യൂട്യൂബ് ചാനലിനെ കുറിച്ച് വലിയ ബോധമൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഇവിടുത്തെ ലൈഫ് അങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു എനിക്ക് എന്തുകൊണ്ടൊരു ചാനൽ തുടങ്ങി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തുവിടാണ്. അപ്പോഴാണ് ഞാൻ ഓർത്ത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ചാനലുണ്ടല്ലോ. അതിനിടയ്ക്കാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആവുകയും ചെയ്തു. സബ്സ്ക്രൈബേഴ്സും മോണിറ്റൈസ്ഡും ആയ ഒരു ചാനലുള്ളപ്പോൾ നമ്മൾ വേറൊരു ചാനലിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഈ ചാനൽ റീസ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ശരണ്യയോട് സംസാരിച്ചു. അവൾക്കും ഓക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ ജപ്പാനിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ വീഡിയോസ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. ആദ്യത്തെ എൻ്റെ വീഡിയോ ഒരു ടെമ്പിളിൻ്റെ വീഡിയോ ആണെന്ന് തോന്നുന്നു. അതോ എഗ് വെൻഡിങ് മെഷീനാണോ, എനിക്ക് ശരിക്കും ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ ഞാൻ വീഡിയോസ് ഇട്ടെങ്കിലും അതിന് വലിയ റീച്ചൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇതിനെങ്ങനെ റീച്ച് കൂട്ടാമെന്ന് ഞാൻ റിസർച്ച് ചെയ്ത് അവസാനം ഞാൻ ഓർത്തു ഞങ്ങളുടെ ചാനലിൻ്റെ പേര് ഇൻഫിനിറ്റ് എഡ്യൂ എന്നായിരുന്നു. അതും ഞാനിടുന്ന വീഡിയോസും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ലല്ലോ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. അത് കാരണം ചാനലിൻ്റെ പേരൊന്ന് മാറ്റിയേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചാനലിൻ്റെ പേര് മാറ്റി. അങ്ങനെയാണ് ജപ്പാൻ ലവ് സ്റ്റോറി ഉണ്ടാകുന്നത്. ഇപ്പം ഞങ്ങൾ ഈ ചാനലിൽ ഇടുന്ന വീഡിയോസ് ഞങ്ങളുടെ ജപ്പാനിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഞങ്ങൾ പോകുന്ന ട്രാവൽ വീഡിയോസൊക്കെയാണ്. പക്ഷെ അതിനൊന്നും അധികം വ്യൂസ് കിട്ടുന്നില്ലേ. അപ്പോൾ അതിൻ്റെ റീസണായിട്ട് ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾക്ക് ഇതിലുള്ള സബ്സ്ക്രൈബേഴ്സിൽ മെജോറിറ്റി ആൾക്കാരും മറ്റേ എഡ്യൂക്കേഷണൽ വീഡിയോസ് കണ്ടിട്ട് വന്നവരല്ലേ. അപ്പം അവർക്ക് ഈ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യുമ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് പെട്ടതല്ല. അതുകൊണ്ട് തന്നെ അവരത് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ വേറെ ആൾക്കാർക്ക് ഇത് റെക്കമെൻഡ് ചെയ്യപ്പെടുന്നുമില്ല. പിന്നെ ഞാനധികം കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറില്ലായിരുന്നു. അതെൻ്റെ മിസ്റ്റേക്കാണ്. ഞാനത് തിരുത്താനും തയ്യാറാണ്. ഇപ്പോൾ എനിക്ക് വീഡിയോസൊക്കെ എടുത്തിരുന്ന എൻ്റെ ഹസ്ബൻഡാണ്. ഇനി അങ്ങോട്ട് ഞാൻ റെഗുലറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഇത്രയും നാൾ കൂടെ നിന്നവർക്ക് ഒത്തിരി നന്ദിയുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിച്ചത്. പിന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ കാണണം. അതിനൊക്കെ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറ്റുന്ന പോലെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതിനനുസരിച്ച് ഞങ്ങൾ മാറ്റങ്ങളൊക്കെ വരുത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.